മലയാളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ ചെയ്യുന്ന പല പ്രവൃത്തികളും ശരിയാണോ എന്നുള്ളത് സംശയമുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, അമേരിക്കയും ഇസ്രയേലും ഇറാനെ ആക്രമിച്ച സമയത്ത് ഇറാൻ പ്രത്യാക്രമണം നടത്തി. പിന്നീട് കേൾക്കുന്ന വാർത്ത ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ ആശങ്കയിലാണ്, അവിടെ അശാന്തി പടരുന്നു, മലയാളികൾ വലിയ ഭയപ്പാടിലാണെന്നൊക്കെ പറയുന്നു. ഒടുവിൽ വ്യവസായിയായിട്ടുള്ള യൂസഫ് അലി തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഇതിനെതിരെ നിശിതമായ വിമർശനം ഉന്നയിച്ചു. അപ്പോഴാണ് മലയാളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ ഏതാണ്ട് ആ വാർത്തയിൽ നിന്ന് വിഷയത്തെ വ്യതിചലിച്ചുകൊണ്ട് പോയതെന്ന് വേണമെങ്കിൽ പറയാം. സാറിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? ഞാൻ എം.എ. യൂസഫ് അലിയുടെ വീഡിയോ കണ്ടു. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നിലവാരവും ഇല്ലാത്ത തരത്തിലേക്ക് തരം താഴ്ന്ന് ഈ മലയാള മാധ്യമങ്ങൾ ആ യുദ്ധം എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ച ബാലപാഠം ഇല്ലാതെ പോലും ഇവർ റിപ്പോർട്ട് ചെയ്തതിനെ പറ്റിയിട്ടാണ് അദ്ദേഹം വിമർശിച്ചത്. അദ്ദേഹത്തിനോട് അവിടുത്തെ തന്നെ ഉന്നത ഒരു ഭരണാധികാരി ചോദിച്ചു എന്ന്, എന്താണ് നിങ്ങളുടെ നാട്ടിലെ മാധ്യമങ്ങൾ മാത്രം ഇത്ര അഗ്രസീവായിട്ട് ഇത് കൈകാര്യം ചെയ്യുന്നത്? എന്നിട്ട് യൂസഫ് അലി ഇവിടുത്തെ നാട്ടുകാർക്ക് ഒരു ഉറപ്പ്, ഇവിടെയൊന്നും ഒരു പ്രശ്നവും ഇല്ല, ഇവിടെയൊക്കെ എല്ലാവരും സമാധാനത്തിലാണ് കഴിയുന്നത്, ഞങ്ങളെയൊന്നും യാതൊന്നും അലട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ നമ്മുടെ ചില മാധ്യമങ്ങളിലൊക്കെ തീ പടർന്നു, അവിടെ വിമാനം കത്തി, കെട്ടിടങ്ങൾ കത്തി, ദുബായിൽ അത് കത്തി, മറ്റേത് കത്തി, മറിച്ചത് കത്തി എന്ന് പറഞ്ഞിട്ട് വലിയ ദുരന്തങ്ങൾ ഉണ്ടായതുപോലെയാണ് ഇത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ആ റിപ്പോർട്ടിൻ്റെ അകത്ത് ഈ കാഷ്വാലിറ്റി ആയിട്ട് വരുന്നത് ഇന്ത്യയുടെ വിദേശ നയം, നമ്മുടെ നാട്ടിലെ ഓരോ വീട്ടിലെയും സമാധാനം, ഈ വലിയ പ്രായമായ ആളുകളൊക്കെ വീടുകളിലൊക്കെ ഉണ്ടാവുക, അവരൊക്കെ നിരന്തരം ഈ കുട്ടികളൊക്കെ വിളിക്കുക, നിനക്ക് സമാധാനമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അവിടെ നിന്ന് ആളുകൾ തന്നെ ഫേസ്ബുക്കിലൊക്കെ എഴുതുന്നുണ്ട്, നിങ്ങൾ ഈ പറയുന്നത് പോലെ ഒരു പ്രശ്നവും ഞങ്ങളിവിടെ കാണുന്നില്ല കേട്ടോ എന്ന്. കാരണം ഇത് വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച, വെള്ളിയാഴ്ചയൊക്കെ അവിടെ അവധിയൊക്കെ ആയിരിക്കും. ആ ദിവസങ്ങളിൽ ആളുകൾ പുറത്തിറങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് ഇവിടെ വാർത്ത വരുന്നത്. അവിടെ പുറത്തിറങ്ങേണ്ട കാര്യമില്ലേ വെള്ളിയാഴ്ച, ഈ യുദ്ധമൊക്കെ തുടങ്ങുന്ന ദിവസങ്ങളിലുമൊക്കെ. പിന്നെ റമദാൻ, ഈ നോയമ്പിൻ്റെ ഒക്കെ ഒരു കാലമൊക്കെയാണ്. ഈ ഒന്നിനെപ്പറ്റി ഒരു ധാരണയില്ലാതെ പലരുടെയൊക്കെ മുതുകത്ത്, രാജ്യങ്ങളുടെ മുതുകത്തും ഒക്കെ കയറിയിട്ടായിരുന്നു ഈ റിപ്പോർട്ടിങ് നടന്നത്. ഇത് കഴിഞ്ഞ കൊല്ലം ജൂണിൽ ഇങ്ങനെ റിപ്പോർട്ടിങ് നടന്നപ്പോൾ നമ്മൾ തന്നെ ഇതേപ്പറ്റി എന്താണ് ഈ ചാനലുകൾക്ക് പറ്റിയത് എന്ന് പറഞ്ഞ് നമ്മൾ ചർച്ച നടന്നിരുന്നു. അതായത് യുദ്ധമുണ്ടായാലും കൊള്ളാം, അർജുൻ്റെ ലോറി പുഴയിൽ പോയാലും കൊള്ളാം, ഒരേ താപ്പിട്ടാണ് ഈ തെങ്ങിൽ കയറ്റം ചാനലുകളുടെ. ഇതിന് ആണ്. അതുപോലെ തന്നെ ഈ ചില വീടുകളുടെ ഉള്ളിൽ കയറിയൊക്കെ സ്വകാര്യത ലംഘിച്ചുമൊക്കെ ഇവർ റിപ്പോർട്ട് ചെയ്യാറില്ലേ. ദിലീപിൻ്റെ വീട്ടിൻ്റെ അകത്ത് ഡ്രോൺ പറത്തിയിട്ട് റിപ്പോർട്ട് ചെയ്തില്ലേ. ഒരു മറ്റേ കുഞ്ഞിനെ കാണാതായപ്പോൾ കൊല്ലത്ത് വീടിൻ്റെ അകത്ത് പോയി റിപ്പോർട്ട് ചെയ്തില്ലേ. ഈ സ്വകാര്യത ലംഘിക്കുന്നു എന്ന് പറയുന്നത്. പല ആളുകളും ഈ ചാനലുകളിലൊക്കെ പോയിരിക്കുന്ന ആളുകളൊക്കെ ചിലപ്പോൾ പ്രശസ്തിക്ക് വേണ്ടിയിട്ടായിരിക്കും. ഈ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ബാലപാഠങ്ങൾ പോലും ഇവർക്ക് അറിഞ്ഞുകൂടാ. യുദ്ധത്തിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വികാരത്തോട് കൂടിയിട്ടല്ല അതിനെ സമീപിക്കേണ്ടത്. കാരണം ആ രാജ്യങ്ങൾ വികാരത്തോട് കൂടിയിട്ടല്ലല്ലോ ഇത് ചെയ്യുന്നത്. യുദ്ധം എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സമയത്ത് ഇതിപ്പോൾ മൂന്നാമത്തെ മുന്നണി തുറന്നു എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ തുർക്കിയിലേക്ക് മിസൈൽ അയച്ചു. ഒരു മിസൈൽ ഇന്നലെ ഇറാൻ. ഇത് ഈ നമ്മുടെ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞു. അതൊരു മുന്നണി തുറന്നതാണ്. കാരണം തലേന്ന് നമ്മൾ നമ്മുടെ ചർച്ചയിൽ പറഞ്ഞിരുന്നു, തുർക്കിയിൽ ഒരു മറ്റേ റഡാർ, ഖത്തറിലെ റഡാർ തകർത്തതിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു തുർക്കിയിലും ഉണ്ടൊരു റഡാർ, പക്ഷെ നാറ്റോൻ്റേതാണ്, അത് ആക്രമിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്, നാറ്റോ രാജ്യങ്ങൾ മുഴുവൻ ചൂടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ തുർക്കിയിലേക്ക് ആ റഡാർ ലക്ഷ്യമാക്കി ഒരു മിസൈൽ അയച്ചു. അത് പക്ഷേ ഇന്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിച്ചു. പക്ഷെ തുർക്കിയുടെ കൂടെ എതിരെ പോലും മിസൈൽ അയക്കാനായിട്ട് ഇറാന് ബുദ്ധിമുട്ടൊന്നുമില്ല, ഒമാനെയൊക്കെ ആക്രമിച്ചു. പക്ഷെ ഈ ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ, ഇറാൻ എന്തുകൊണ്ട് ഇതിങ്ങനെ ചെയ്യുന്നു, അവിടെ അമേരിക്കൻ താവളങ്ങളുണ്ട്, ഞങ്ങൾ ജനങ്ങൾക്ക് നേരെയല്ല ആക്രമണം നടത്തുന്നത്
ഈ ഒരാൾ അവിടെ മരിച്ചുപോയി ദുബായിൽ എന്നൊക്കെ പറഞ്ഞാൽ ഈ ഡെബ്രി ഇല്ലേ, അവശിഷ്ടം ഇന്റർസെപ്റ്റ് ചെയ്തിട്ട് അവശിഷ്ടം താഴെ വീഴില്ല, അത് ആളുടെ മേല് വീണിട്ടാണ് മരിച്ചത്. അല്ലാതെ അവിടെ ജനവാസ കേന്ദ്രങ്ങളിൽ ആളെ കൊല്ലാനൊന്നും ഇറാൻ മിസൈൽ അയക്കുന്നില്ല. കാരണം 8 രാജ്യങ്ങളുമായിട്ട് മോദി തന്നെ സംസാരിച്ചു. വ്യവസായി യൂസഫ് അലി നോക്കുമ്പോൾ യൂസഫ് അലിയും ഇത്തരം ഘട്ടങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ടാവില്ലേ? യൂസഫ് അലിയും ഒക്കെ ചിലപ്പോൾ കേന്ദ്രം വിളിക്കുന്നുണ്ടാവില്ലേ? പലപ്പോഴും ഈ പല ഘട്ടങ്ങളിലും നയതന്ത്രപരമായിട്ട് ഇടപെടാനും 8 രാഷ്ട്രത്തലവന്മാരുമായിട്ട് മോദി സംസാരിച്ചു കഴിഞ്ഞു. നമ്മുടെ വിദേശ നയം കൂടി നോക്കണ്ടേ ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ? നമ്മുടെ അല്ലാതെ സോണിയാഗാന്ധിയെ പോലെയും രാഹുൽ ഗാന്ധിയെ പോലെയും നമ്മുടെ ചാനലുകൾ പെരുമാറിയാൽ ശരിയാവുമോ? അതാണ് യൂസഫ് അലി ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. അതോടുകൂടി ചാനലുകൾ യൂസഫ് അലിയുടെ പരസ്യവും പൈസ ധാരാളം കൊടുക്കുന്ന ആളാണല്ലോ, അപ്പോൾ അതും അവർക്ക് തോന്നിയിട്ടുണ്ടാവും. മുറിവേറ്റിരിക്കുകയാണ് ഇപ്പോൾ ചാനലുകൾ ഇപ്പോൾ ജി സുധാകരനെയൊക്കെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ഈ ചാനലുകളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എപ്പോഴും മറ്റ് ചാനലുകളുമായിട്ട് അവർക്ക് മത്സരിക്കാൻ നിർബന്ധിതരാകും. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം പരസ്യം കിട്ടണമെങ്കിലൊക്കെ തന്നെ റേറ്റിംഗ് എപ്പോഴും ഉയർന്നു നിൽക്കണം. അപ്പോൾ ഒരു ചാനലിൽ ഒരു വാർത്ത വന്നാൽ മറ്റേ ചാനൽ എന്തുകൊണ്ട് ആ വാർത്ത വന്നില്ല എന്ന് ഡെസ്കിൽ നിന്ന് വിളിച്ച് ചോദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ചാനൽ അതിൻ്റെ പുറകെ പോകും. ഇപ്പം ഗൾഫിലെ ഒരു പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ അത് കാണാനായിട്ട് കൂടുതൽ ആൾക്കാർ വന്നു എന്ന് തോന്നുമ്പോൾ അടുത്ത ചാനലും അതേ കയറി പിടിക്കും. അപ്പോൾ അവിടെ ഈ പറയുന്ന മനുഷ്യത്വമോ അല്ലെങ്കിൽ യഥാർത്ഥ സംഭവങ്ങൾ ഉണ്ടോ എന്നൊന്നും നോക്കില്ല, അവിടെ പർവ്വതീകരിച്ച് കാണിക്കുന്ന ഒരു രീതി. ഇപ്പോൾ ചാനലുകളുടെ മത്സരമല്ലേ ശരിക്കും ഈ ഒരു പ്രശ്നത്തിന് കാരണം? ഇല്ല, ഇതിനകത്ത് ഒരു അജണ്ട ഉണ്ടോ എന്ന് നമുക്ക് വിചാരിക്കേണ്ടി വരും. അത് തന്നെയാണ് യൂസഫ് അലി പറഞ്ഞത്. കാരണം നിങ്ങൾ ഈ കാണിക്കുന്നത് മര്യാദകേടാണ്. നമുക്ക് അന്നം തരുന്ന ഒരു വീട്ടിൽ നിന്ന് ബന്ധുക്കൾ ഡയറക്റ്റ് ഇല്ലെങ്കിലും ഒരു വീട്ടിൻ്റെ ഏതെങ്കിലും ഒരു ബന്ധു ഗൾഫിലുണ്ട്. നമുക്കിടെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗ്ഗം, പ്രത്യേകിച്ച് കേരളീയരുടെ, അതിനകത്ത് യാഥാർത്ഥ്യമില്ലാത്ത വാർത്ത കൊടുത്തിട്ട് ആ രാജ്യത്തെയും ഒരുപക്ഷെ ആ രാജ്യത്തിൻ്റെ ഭരണാധികാരികളെയും, കാരണം ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന വാർത്ത അല്ലെങ്കിൽ യൂസഫ് അലി പറഞ്ഞതൊക്കെ എന്ന് പറഞ്ഞാൽ നാളെ കാലത്ത് എന്ത് ചെയ്യും, എല്ലാം ബ്ലോക്കാവും, എല്ലാം ശേഖരിച്ചു കൊള്ളണം, ആ രാജ്യത്തിന് താങ്ങാൻ പറ്റുന്നൊരവസ്ഥയില്ല, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നവരെല്ലാം തിരിച്ചു പോകണം. അതായത് അദ്ദേഹം പറഞ്ഞത് ഈ രാജ്യത്തിന് താങ്ങാൻ പറ്റും, ഇവിടെ എത്ര നാളത്തേക്ക് വേണമെങ്കിലുള്ള സാധനം സ്റ്റോക്ക് ഉണ്ട്, ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. വേറൊരു കാര്യം കൂടെ യൂസഫ് അലി പറഞ്ഞത്, അദ്ദേഹം പറയുന്നത് കേട്ടത്, എൻ്റെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ കമ്പനിയും കാര്യങ്ങളും, ഞങ്ങൾ മൊത്തം എൻ്റെ സ്റ്റാഫിനും എൻ്റെ ഗ്രൂപ്പിനും ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. അതായത് ആര് തോക്കണം ആര് ജയിക്കണം, രാമചന്ദ്രൻ സാർ പറഞ്ഞ പോലെ ഇതിനകത്ത് യാഥാർത്ഥ്യം പറഞ്ഞാൽ പോരെ, ആര് തോക്കണം, അതിനൊരു അജണ്ടയുണ്ട് ഇവിടെ. ഇസ്ലാമിസ്റ്റ് അജണ്ട ഈ മാധ്യമങ്ങൾ കൊണ്ടുവന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇറാനെ ആക്രമിച്ചതിനകത്തെ ശരിതെറ്റുകൾ പറഞ്ഞിട്ട് ഇറാൻ ആക്രമിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പം മുകളിലിരുന്ന് തകർന്നിട്ട് താഴോട്ട് വീഴുന്ന അവശിഷ്ടങ്ങൾ വീണിയാവുന്നല്ല പറഞ്ഞു. മിസൈൽ പതിച്ചു രാജ്യമില്ലാതായി. അതായത് ഇറാനെ ജയിപ്പിക്കണം, തോറ്റാലും അല്ലെങ്കിൽ ഇത് അമേരിക്ക തോറ്റു, ഇസ്രായേൽ തോറ്റു. അമേരിക്ക ചെയ്ത ഒരു പണി നമ്മുടെ യുദ്ധത്തിൻ്റെ സമയത്ത് നമ്മളെ ഇതുപോലെ ഉപദ്രവിച്ചു. ഇപ്പോൾ അമേരിക്ക അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജയിക്കുന്നത് അമേരിക്കയാണ്, ഇസ്രായേലാണ് മുമ്പിൽ നിൽക്കുന്നത്. ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം 2000 ഇടത്ത് ഈ സൈനിക താവളങ്ങൾ അമേരിക്ക നശിപ്പിച്ചെന്ന് പറയും. ഇവിടെ വാർത്ത കണ്ടു സാറേ, 300 ലോഞ്ചറുകൾ, അതായത് മിസൈൽ ലോഞ്ചറുകൾ ഇസ്രായേൽ ഇന്നലെ നശിപ്പിച്ചെന്ന് പറയും. ഇവിടെ വാർത്തയുണ്ട്. അതായത് കാര്യങ്ങൾ ഇങ്ങനെയാണ് പോകുന്നത്. ഇറാൻ തീർന്നിരിക്കുന്നു, കുറേ തിരിച്ചടിക്കത്തില്ലെന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇതേ രീതിയിൽ അതായത് മാധ്യമങ്ങൾ ആരുടെയൊക്കെ പക്ഷം പിടിക്കുന്നു, ആർക്കൊക്കെ വേണ്ടി സംസാരിക്കുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ അർജുൻ്റെ ലോറിയുടെ കാര്യത്തിലും നമുക്കത് അകത്തോട്ടിറങ്ങിയാൽ ആർക്ക് വേണ്ടി സംസാരിച്ചെന്ന് മനസ്സിലാവും. ഇതിൻ്റെ കാര്യത്തിലും അകത്തോട്ടിറങ്ങുമ്പോൾ ആർക്ക് വേണ്ടി സംസാരിക്കുന്നത്. ഇറാനുമായിട്ടുള്ള നയതന്ത്രം നമുക്ക് എങ്ങനെയാണെന്നും ഇസ്രായേലുമായിട്ടുള്ള നയതന്ത്രം നമുക്ക് എന്തെയാണെന്നും, എന്നാൽ ഇറാനുമായിട്ടും ഉള്ള നയതന്ത്രത്തെ പോലും പൊളിക്കുന്ന രീതിയിൽ കേരളത്തിലെ മാധ്യമങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് പ്രത്യേക അജണ്ട ഒന്നുമില്ല. ഇപ്പോൾ ഒരു കപ്പൽ കയറുന്നതിനകത്തും വിശദമായിട്ട് പഠിച്ച ശേഷം അഭിപ്രായം പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും അല്ല, ഇതിനകത്ത് താല്പര്യങ്ങളാണ്. അതാണ് യൂസഫ് അലി പറഞ്ഞത്. യൂസഫ് അലി പറഞ്ഞതുകൊണ്ട് അതിന് കൂടുതൽ ഹൈപ്പ് കിട്ടും. മറ്റാരും പറയുന്നതിനെക്കാട്ടി യൂസഫ് അലി തന്നെയായിരുന്നു അത് പറയേണ്ടിയിരുന്നത്. ഈ അന്നം തരുന്ന നാടാണ് ഗൾഫ് രാജ്യങ്ങളെന്നാണ് നമ്മുടെ നാട്ടിലെ മലയാള മാധ്യമങ്ങളിലെ ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. ഈ അന്നം തരുന്ന നാടായ GCC രാജ്യങ്ങൾക്ക് നേരെ ഇപ്പോൾ ആക്രമണം നടത്തുന്ന ഇറാനാണ്. അങ്ങനെയാണെങ്കിൽ ആ അന്നം തരുന്ന രാജ്യത്തെ ആക്രമിക്കുന്ന ഇറാനെ ഈഴ്ത്തണം. എന്താ സംഭവിക്കുന്നത് സാറേ? അതായത് അതിൻ്റെ അകത്ത് ഈ നമ്മളുടെ വിദേശ നയം എന്താണ്, ഇന്ത്യയുടെ വിദേശ നയം എന്താണെന്ന് നോക്കുക. ഒരു യുദ്ധമൊക്കെ ഉണ്ടാകുമ്പോൾ അത് ബുദ്ധിപരമായിട്ടാണല്ലോ സ്വീകരിക്കുന്നത്. നമുക്ക് ഇറാനെ ഇകഴ്ത്താൻ പറ്റില്ല, ഗൾഫ് രാജ്യങ്ങളെയും ഇപ്പോൾ ഇകഴ്ത്താൻ പറ്റില്ല. നമ്മുടെ താല്പര്യങ്ങളാണ് നോക്കേണ്ടത്. നമ്മൾ ഇപ്പോൾ നോക്കുമ്പോൾ പല
മറ്റേ നഹ്യാനൊക്കെ 3 മണിക്കൂർ നേരത്തേക്ക് ഡൽഹിയിലൊക്കെ വന്നിട്ട് മോദിയൊക്കെ കെട്ടിപ്പിടിച്ചതല്ലേ. അതെ അതെ എല്ലാ രാജ്യങ്ങളുമായിട്ടും നമുക്ക് UAE-യുമായിട്ടും സൗദിയുമായിട്ടും എല്ലാവരുമായിട്ടും വലിയ ബന്ധമാണ്. നമ്മുടെ വിദേശ നയം എങ്ങനെയാണോ അതും കൂടി നോക്കിയിട്ട് വേണം കൈകാര്യം ചെയ്യാൻ. ഇറാനുമായിട്ടും നമുക്ക് നല്ല ബന്ധമാണ്. നമുക്കവിടെ മറ്റേ നമ്മൾ പോർട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ പോർട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഇറാന് ഉപരോധം പ്രഖ്യാപിച്ചതുകൊണ്ട് നമുക്ക് ചാബഹാർ പോർട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അഫ്ഗാനിസ്ഥാനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അഫ്ഗാനിസ്ഥാൻ ലാൻഡ് ലോക്ക്ഡ് ആണ്, അതിന് കടലില്ല ചുറ്റും. ഇന്നലെ ഏതോ ഒരു ചർച്ചയിൽ ആരോ പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ശ്രീലങ്കയുടെ തീരത്ത് കപ്പൽ മുക്കി അമേരിക്ക. ഇത് അഫ്ഗാനിസ്ഥാനിൻ്റെ തീരത്താണ് മുക്കിയതെന്നിരിക്കട്ടെ, ഒരു അവതാരകൻ പറയാണ് ഇംഗ്ലീഷിൽ, അഫ്ഗാനിസ്ഥാന് ചുറ്റും കടലില്ല സാറേ. അപ്പം നമ്മൾ പാകിസ്ഥാന് കൂടി ഒന്നും സഞ്ചരിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ചാബഹാർ ഓപ്പറേറ്റ് ചെയ്തിട്ട് അഫ്ഗാനിസ്ഥാനെ ചരക്കെത്തിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മളെല്ലാവർക്കും സഹായമൊക്കെ കൊടുത്തിട്ട് നമ്മുടെ കച്ചവടം നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ യൂസഫ് അലി നോക്കുമ്പോൾ യൂസഫ് അലിയുടെ ലുലു എന്ന് പറഞ്ഞ സ്ഥാപനം ഈ രാജ്യങ്ങളിലൊക്കെ ഒരു ശൃംഖലയായിട്ട് വ്യാപിച്ച് കിടക്കുകയാണ്. ആ ശൃംഖലയിലൊക്കെ മലയാളികൾക്കൊക്കെ ജോലിയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിരുന്നിട്ട് ഈ അന്നം കൊടുക്കുന്ന കയ്യിൽ കൊത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ രാജ്യങ്ങളൊക്കെ ആയിട്ട് ബന്ധം പരമ്പരാഗതമായിട്ട് തന്നെ നമുക്ക് ബന്ധമുള്ളതാണ്. ഹരൂൺ അൽ റഷീദ് ഭരിച്ചിരുന്ന കാലത്ത് നമ്മുടെ സായണൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ പണ്ഡിതന്മാർ, സംസ്കൃത പണ്ഡിതന്മാരും ഒക്കെ പോയി അവിടെ ജ്യോതിശാസ്ത്രമൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഈ പരമ്പരാഗതമായിട്ട് തന്നെ ബന്ധമുള്ള സ്ഥലങ്ങളിൽ അമേരിക്കയ്ക്ക് അമേരിക്കയുടെ നിക്ഷിപ്ത താല്പര്യം ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ചൈനയെ കൊടുക്കണം. ഇറാനിൽ നിന്ന് 90% എണ്ണയും മേടിക്കുന്നത് ചൈനയാണ്. ചൈനയ്ക്ക് ആ എണ്ണ കിട്ടാൻ പാടില്ല, അവിടുത്തെ വ്യവസായം തകരണം. അമേരിക്കയുടെ ഒരു താല്പര്യമാണ്. ഇറാനിലെ എണ്ണ മുഴുവൻ ഊത്തണം, വെനസ്വേലയിലെ എണ്ണ കൈവശപ്പെടുത്തി ഇവിടുത്തതും കൈവശപ്പെടുത്തണം. ഈ വക സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേറെ ഈ ആണവ കാര്യങ്ങൾ പറഞ്ഞിട്ട് ജൈവായുധങ്ങൾ, മാരകായുധങ്ങളൊക്കെ, രാസായുധങ്ങളൊക്കെ ഇറാഖിലുണ്ട് എന്ന് പറഞ്ഞിട്ടല്ലേ ആക്രമിച്ചത്. അത് കഴിഞ്ഞിട്ട് അയാളെ ഗുഹയിൽ പിടിക്കുമ്പോൾ ഇതുപോലതും ഉണ്ടായിരുന്നു, ഒന്നുമില്ല എന്ന് പറഞ്ഞതുപോലെ ഇറാനെ ഈ ആക്രമിക്കുമ്പോൾ പിന്നിലുള്ളത് നിക്ഷിപ്ത താല്പര്യങ്ങളാണ്. അതും കൂടി ഈ വക കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഈ പ്രതികരിക്കാൻ. ഈ രാജ്യങ്ങൾ മുഴുവൻ, ഒന്നാമത് ഷിയ സുന്നി തർക്കം എന്നുള്ളത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്നതാണ്. ഇത് നിലയ്ക്കില്ല. പക്ഷെ ബാക്കി അറബ് രാജ്യങ്ങൾ, സുന്നി രാജ്യങ്ങൾ ഇസ്രയേലുമായിട്ട് അബ്രഹാം ഉടമ്പടിയിൽ 2015 മുതൽ ഒപ്പുവെക്കാൻ തുടങ്ങിയതാണ്. സൗദി അതിൽ ഒപ്പുവെക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ ഒക്ടോബർ 7 ആക്രമണം നടത്തുന്നത്. സൗദി അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ജൂതരാഷ്ട്രമായ ഇസ്രയേലിനോട് ബാക്കി അറബ് രാജ്യങ്ങൾക്കൊന്നും വിരോധമില്ലെന്നേ. ആ വിരോധമുള്ളത് ഇറാന് മാത്രമാണ്. ഇങ്ങനെ പലതരം നിക്ഷിപ്ത താല്പര്യങ്ങളുടെ സംഘർഷ ഭൂമിയാണ് ഈ മിഡിൽ ഈസ്റ്റ് ഇപ്പോൾ. അതിൻ്റെ അകത്തൊക്കെ നോക്കി വേണമല്ലോ പ്രതികരിക്കാൻ. ഇറാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഇറാന്റെ കയ്യിലുള്ളത് മിസൈലുകൾ മാത്രമാണ്. അത് പീറ്റർ ഹെഗ്സെത്ത് പറഞ്ഞു, വ്യോമ മേഖല ഇപ്പം ഞങ്ങളുടെ കയ്യിലാണ് ഇറാന്റെ, ഇനി കരയും കൂടി ഞങ്ങളുടെ വരും. കരയും കൂടി ഞങ്ങളുടെ കയ്യിൽ വരും എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ എനിക്കറിയാം, കാരണം ഇറാഖിലെ കുർദുകൾ കരയുദ്ധം നടത്താനായിട്ട് ഇറാനിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയല്ല കരയുദ്ധം നടത്താൻ പോകുന്നത്, അമേരിക്കയുടെ കൂലിപ്പട്ടാളമാണ് ഇറാനിൽ കരയുദ്ധം നടത്താൻ പോകുന്നത്. അപ്പോൾ ഈ ശരിക്കും ഇതിൻ്റെ ജിയോ പൊളിറ്റിക്സ് ഒക്കെ അറിയാതെയാണ് ആളുകൾ ഈ വികാരപരമായി, പിന്നെ ചിലർ ഇസ്ലാം വിരുദ്ധമായിട്ട് ചാനലുകൾ ഇസ്ലാമിക അജണ്ട ഇങ്ങനെയാണെന്നുള്ള തെറ്റിദ്ധാരണയിൽ വിവരം ഇല്ലാതെയാണ് ഈ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഈ യൂസഫ് അലിക്ക് വരെ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളാണ് ഇത് പറഞ്ഞിരുന്നെങ്കിൽ മാധ്യമങ്ങൾ ഇങ്ങനെ സ്വീകരിക്കില്ല. അപ്പൊ യൂസഫ് അലി പറഞ്ഞു എന്നുള്ളതിന് വളരെ പ്രാധാന്യമുണ്ട് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞ പ്രാധാന്യമുണ്ട്. ഒന്നാമത്തെ കാര്യം പറഞ്ഞുകൂടാ, അദ്ദേഹം മുസ്ലിമാണ്, അദ്ദേഹം വലിയൊരു വ്യവസായിയാണ്.
അപ്പം ഇവിടെ പറഞ്ഞാൽ ഈ യുദ്ധം മുസ്ലിം വിരുദ്ധ യുദ്ധമാണെന്നാണല്ലോ ഇവിടെ വ്യാഖ്യാനിക്കുന്നത്. അത് അദ്ദേഹം പറഞ്ഞതുപോലെ അങ്ങനെയല്ല. ഇതൊരു മുസ്ലിം വിരുദ്ധ യുദ്ധമാണെങ്കിൽ ഈ പറയുന്ന ഇസ്രായേലുമായിട്ടൊരു കരാറിനകത്ത് ഒപ്പിടാൻ ബാക്കി GCC രാജ്യങ്ങളെല്ലാം തയ്യാറാകും. അതായത് സമാധാനവും സമാധാനക്കേടും തമ്മിലുള്ള യുദ്ധമാണെന്ന് ഇവിടെ പറയേണ്ടി വരും. നമ്മൾ ഇതിനകത്ത് ഏറ്റവും ഇപ്പം എന്തുകൊണ്ട് പരമാധികാരത്തിൽ കടന്നു കയറുന്നു, എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ഒരു രാജ്യം നിരന്തരം ഒരു രാജ്യത്തിൻ്റെ അടുത്ത് പറയുക, നിന്നെ ഞാൻ കൊല്ലും, എൻ്റെ കയ്യിൽ ആണവായുധം ഉണ്ടായ അവസരം കിട്ടിയാൽ കൊല്ലും. ആണവായുധം ഉണ്ടായാൽ ആദ്യം എടുത്തിരുന്നത് ഇസ്രായേലിന്റെ പേരിലല്ലേ? നമ്മൾ ചർച്ച ചെയ്യാത്തത് പെട്ടെന്ന് ഇത് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നു. ആ ടെഹ്റാനിലെ ഈ പലസ്തീൻ ടവർ എന്ന് പറഞ്ഞതിന്റെ മുകളിലെ ക്ലോക്ക് ഉണ്ടല്ലോ, ഡൂംസ് ഡേ ക്ലോക്ക് എന്ന് പറഞ്ഞിട്ട്, അത് അതിൻ്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നത് 25 കൊല്ലത്തിന് ശേഷം ഇസ്രയേൽ നാമാവശേഷമാകും. ഇത് ടെഹ്റാനില് ഒരു ക്ലോക്ക് ടവറിൽ എഴുതി വെച്ചിട്ടാണ് നിലനിൽക്കുന്നത് പരസ്യമായിട്ട്. അത് അറബിയിൽ മാത്രമല്ല ഹീബ്രു ഭാഷയിൽ എഴുതി. അവരും കൂടെ മനസ്സിലാക്കി. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അപ്പം ഈ രീതിയിലുള്ള ഒരു രാജ്യം, ഇത് മാത്രം അജണ്ട ആയിട്ടുള്ള ഒരു രാജ്യം, മറ്റൊരു വികസനവും ആ രാജ്യത്തിന്റെ ആൾക്കാരുടെ ഇടയിലോ താല്പര്യമില്ലാത്ത ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യം നിലനിൽപ്പിന് വേണ്ടി ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇപ്പം അമേരിക്കയുടെ കാര്യം മാത്രം അതിനകത്ത് രാമേന്ദ്രൻ സാർ പറഞ്ഞ പോലെ അജണ്ടകളാണ്. പക്ഷെ ഇസ്രായേലിന്റെ കാര്യത്തിൽ നമ്മൾ നോക്കുമ്പം അവരുടെ നിലനിൽപ്പ് മാത്രമാണ് അജണ്ട. അപ്പൊ ഇത് യൂസഫ് അലി പറഞ്ഞത് നകത്ത കാര്യം യാഥാർത്ഥ്യമാണ്. അവിടെ ജോലി ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ഇവിടുത്തെ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ പറയുന്നതിനകത്ത് ജാതിയുണ്ട്, ഇറാന്റെ ഭാഗമുണ്ട്. അതുകൊണ്ടാണ് ഈ മലയാളി നന്ദികേടാണ് കാണിക്കുന്നതെന്ന് യൂസഫ് അലി ഇങ്ങനെ തന്നെ പറഞ്ഞു. മലയാളി കാണിക്കുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ മലയാളികളും ഗൾഫ് രാജ്യങ്ങളോടും അവിടുത്തെ ഭരണാധികാരികളോടും കാണിക്കുന്നത് നന്ദികേടാണ്. ഇങ്ങനെ തന്നെ അദ്ദേഹം പറഞ്ഞു. ഇതിനകത്ത് രാമേന്ദ്രൻ സാറ് കേട്ട് കാണുമോ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.